ഒരു പെണ്ണ് ചീത്തയാണെന്ന് കരുതി എല്ലാ പെണ്ണുങ്ങളും അങ്ങനെയാന്ന് പറയരുത്. ഓ, ഒരു ശീലാവതി വന്നിരിക്കുന്നു. നീ ആരാടി ഇതിടപെടാൻ? വന്ന അന്ന് മുതൽ നീ എനിക്ക് നടക്കാൻ തുടങ്ങിയതാ. പിഴച്ച വർഗം. അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. നീ എന്തു ചെയ്യടി പുല്ലേ? ഒരു ചാരിത്രവതി വന്നിരിക്കുന്നു. എന്താ സംശയം? നിന്റെ ചാരിത്രം എന്താന്ന് എനിക്കറിയാം. അതെന്നെ കൊണ്ടുകൂടെ പറയിപ്പിക്കരുത്. എന്ത് പറയാൻ? നിന്നെ ഞാൻ അനുഭവിച്ചിട്ടുള്ള ലേഡി. ഈ പറഞ്ഞത് ഒരു പ്രാവശ്യം കൂടി പറയാമോ? ഒന്നല്ല 100 വട്ടം പറയാം. നീ എന്റെ കൂടെ കിടന്നിട്ടുള്ളവളാണ്. എന്താ നിന്റെ നാവ് ഇറങ്ങിപ്പോയത്? മതി, അത് കേട്ടാ മാത്രം മതി എനിക്ക്. ആ നാവിൽ നിന്ന് തന്നെ ഇത് കേൾക്കാൻ വേണ്ടിയാ ഞാൻ ഇത്ര നാളും കാത്തിരുന്നത്. കാശിനു വേണ്ടി എന്റെ മാനം നശിപ്പിച്ചിട്ട് ഇപ്പൊ നിന്ന് സദാചാരം പ്രസംഗിക്കുന്നു. പെണ്ണെന്ന് പറഞ്ഞാൽ പിഴയാണെന്ന് വിളിച്ചു കൂവുന്നു. നിൽക്കൂ, ഇതിന് സമാധാനം പറഞ്ഞിട്ട് പോണം. നിങ്ങൾ ചെയ്ത ക്രൂരതയുടെ ഫലം എന്റെ വയറ്റിൽ വളരുന്നുണ്ട്. അതിന് ഞാൻ എന്ത് ചെയ്യണം? നിങ്ങളുടെ അമ്മയും ഈ സ്ത്രീയും ചെയ്തതുപോലെ പ്രസവിച്ച ഉടനെ ഞാനും കുഞ്ഞിനെ ഏതെങ്കിലും കുപ്പത്തൊട്ടിയിൽ വലിച്ചെറിയണോ? ആ കുഞ്ഞ് നിങ്ങളെ പോലെ തന്തയില്ലാത്തവനായി വളരണോ? നീ ഇത്തരക്കാരിയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി ആ പടി ചവിട്ടി പോരും. മാനവും മര്യാദയ്ക്കും ജീവിക്കുന്നോളാ ഞാൻ. ചേച്ചി, ആരാ നിന്നെ പഴപ്പിച്ചെന്ന് വെച്ചാ അവന്റെ കൂടെ പോയി പുറത്തോ. മാറങ്ങോട്ട്. അച്ചുട്ടേ, ഞാൻ ഈ കേട്ടതൊക്കെ നേരാ? പറയണോ? ഒരു വീഡിയോ. ഓളെ കണ്ണീര് വീണാൽ എന്നോട് പടച്ചോൻ പോലും പൊറുക്കൂല. യോളെ വിളിച്ച് കുടി കേറ്റ്. ഞാൻ വിളിക്കട്ടെ? എന്താ എല്ലാരും നോക്കി നിൽക്കണേ? കാഴ്ച കണ്ട് മതിയായില്ലേ? പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. പെങ്ങളെ വാ. ഉസ്താദേ, 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 ഉസ്താദേ. ഉസ്താദ് എവിടെ? എന്നോടാണോ ചോദിക്കുന്നത്? രാത്രി ഇവിടുന്ന് ഇറങ്ങിപ്പോയതാ. എവിടെ പോയതാ? കണ്ടിട്ട് എന്താ ഇത്ര അത്യാവശ്യം? ഇന്ന് ആരുടെ കയ്യും കാലം വെട്ടാനാ കരാറ്? ഈ വെട്ടും കുത്തുമായിട്ട് എത്ര കാലം ജീവിക്കാമെന്ന നിങ്ങളുടെയൊക്കെ വിചാരം? എല്ലാത്തിനും ഒരു അവസാനം ഉണ്ടാവും, അത് മറക്കണ്ട. എന്റെ പെങ്ങളെ, ഞാൻ അതിനൊന്നും വന്നല്ല. എന്റെ ബാഗ് എടുക്കാൻ വന്നാ. ഞാൻ ഇവിടുന്ന് താമസം മാറാ. പോട്ടെ. അവിടെ നിക്കേ. നീ എങ്ങോട്ടാ ബാഗ് എടുത്തോണ്ട്? നമ്മുടെ ഗോപാലേട്ടന്റെ കടയുടെ മുകളിൽ ഒരു മുറി ശരിയായിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് മാറാൻ പോവാ. അത് നീ മാത്രം തീരുമാനിച്ചാ പോരല്ലോ. ഇതകത്തോണ്ട് വയ്ക്ക്. ഉസ്താദെ, അത് ശരിയാവില്ല. നീ ആരെ പേടിച്ചിട്ടാണ് ഇവിടുന്ന് ഇറങ്ങിപ്പോകുന്നത്? ഇത് എന്റെ വീടാണ്. ഇവിടെ ആര് താമസിക്കണം, ആര് താമസിക്കാതിരിക്കണം തീരുമാനിക്കുന്നത് ഞാനാണ്. മനസ്സിലായോ? ആരും പേടിച്ചിട്ടല്ല. ഇനി ഞാനിവിടെ താമസിക്കുന്നത് ശരിയല്ല. പെങ്ങളെ, ഞാൻ പോട്ടെ.
ഒരു സ്ട്രോങ് ചായ. ഈ അങ്ങോട്ട് ഒരു ബാഗൊക്കെ ആയിട്ട് ഞാൻ നമ്മുടെ ഗോപാലന്റെ പീടിയുടെ മുകളിലേക്ക് താമസം മാറ്റാൻ പോവാ. അതേതായാലും നന്നായി. ആയിഷോ ഒരു ചായ കിട്ടെടുത്തോ. ഒരു പെണ്ണ് വന്ന് കേറിയപ്പോ അച്ചൂട്ടി നിന്നെ പുറത്താക്കിയില്ലേ? പുറത്താക്കിയതല്ല, അവിടെ അത്രയ്ക്ക് സൗകര്യമല്ലേ ഉള്ളൂ. സുഖവും ദുഃഖവും ഒരുപോലെ അനുഭവിക്കുന്നവരാണ് ആത്മാർത്ഥ സുഹൃത്തുക്കൾ. മണിയൻ ആഗ്രഹമില്ലാഞ്ഞിട്ടാണോ അച്ചൂട്ടി സമ്മതിക്കണ്ടേ? അല്ല മണിയാ, തെണ്ടിത്തരം തെമ്മാടിത്തരം കാണിക്കുമെങ്കിൽ സ്വന്തം അമ്മേനും തിരിച്ചറിയാനുള്ള കഴിവിരിക്കണ്ടോ? നിന്നെ പോലുള്ള തെണ്ടികളെ കൈകാര്യം ചെയ്ത് എനിക്ക് ഉസ്താദ് കാണുന്നില്ല. ഞാൻ ഒറ്റയ്ക്ക് മതി. അന്നോട് ഞാനാ പറഞ്ഞില്ലേ ഒന്ന് കളയാൻ എല്ലാത്തിനും ഞാൻ. മണിയാ, ഇവനിത് എവിടെ പോയി കിടക്കുന്നത്? ഓ, നീ ഇവിടെ തന്നെ കുടിയിരിക്കുകയാണല്ലേ? വന്ന ഉടനെ ഇറക്കി വിട്ടില്ല അവനെ അവകാശം സ്ഥാപിക്കാൻ. അങ്ങനെ ജയിച്ചു എന്നൊന്നും ആരും വിചാരിക്കണ്ട. നിന്നെ അനുഭവിപ്പിക്കും ഞാൻ, നോയിക്കോ. ഇതിൽ കൂടുതൽ എന്ത് അനുഭവിക്കാൻ? എന്നെ ഈ നരകത്തിൽ എത്തിക്കാൻ നിങ്ങളെ കൊണ്ട് കഴിഞ്ഞല്ലോ. ആര് പറഞ്ഞത് നിന്നോട് ഇങ്ങോട്ട് വലിഞ്ഞു കയറി വരാൻ? ഇറങ്ങി പോടി ഉല്ലേ. എവിടേക്ക്? ജീവിക്കുന്നെങ്കിൽ അത് ഇവിടെ നിങ്ങളോടൊപ്പം ആയിരിക്കും. ഇതിലെ വെള്ളം ഇവിടെ പോയി. ചോദിച്ചത് കേട്ടില്ലേ? ഞാൻ കുടിച്ചു. കുടിക്കേ? എന്താ, എനിക്ക് വെള്ളം കുടിക്കാൻ പാടില്ലേ? ഒരു പട്ടിയെ കൊണ്ടുവന്ന് കെട്ടിയിട്ടാ പോലും അതിനെന്തെങ്കിലും കൊടുക്കണം എന്നുള്ള വിചാരം ആർക്കുണ്ടാവും? ആര് പറഞ്ഞു അതെടുത്ത് വടിയിടാൻ? പുറത്ത് നല്ല മഞ്ഞ. അതൊക്കെ ഞാൻ കുറെ കൊണ്ടതാ. എനിക്ക് അവിടെ കിടന്നാലും ഉറക്കം വരുള്ളൂ. അതെ, ശത്രുക്കളാ ചുറ്റും. കയ്യും മുഖവും കഴുകി വന്ന ഭക്ഷണം എടുത്തു വെക്കാം. വേണ്ട, ഞാൻ കഴിച്ചു. എന്നാ എനിക്കും വേണ്ട. നിന്റെ കുഞ്ഞിന് നല്ല ആരോഗ്യവും സൗന്ദര്യവും ഉണ്ടാവണമെങ്കിലേ നല്ല രീതിയിലുള്ള ഭക്ഷണങ്ങളൊക്കെ ഇവൾ കഴിച്ചേ പറ്റൂ. ഉറങ്ങിയോ? എനിക്ക് വിശക്കുന്നു. വേണ്ടെന്ന് പറഞ്ഞിട്ട്? അപ്പൊ എനിക്ക് വിശപ്പില്ലായിരുന്നു. ഇപ്പൊ ഒന്ന് വേഗം എടുത്തേ. നോക്കി നിൽക്കാതെ എടുത്ത് കഴിക്കരുതോ? കഴിച്ചിട്ട് ഞാൻ കഴിച്ചോളാം. അതങ്ങനെയാ. വേണ്ട, ഞാൻ എടുത്തോളാം. അതിനിടെ തലക്കിട്ടടിക്കുന്നു. മതി, നിർത്തി. മരടൻ. വേറെ പാത്രം ഒന്നും ഇല്ല ഇവിടെ. ഇത് എങ്ങനെയാ? എന്ത് ചോദിച്ചാലും കാര്യം പറയാം. അതെങ്ങനെയാ ഇതിങ്ങനെയാ? എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത് കേട്ടോ. ഓ,
അതെ നിലത്ത് കിടക്കണ്ട, കട്ടില് വേണമെങ്കിൽ അകത്തിട്ട് തരാം. വേണ്ട, ഞാൻ പായൽ കിടന്നോളാം. അല്ല, ഈ തണുപ്പ് തട്ടി കുഞ്ഞിനെന്തെങ്കിലും? കുഞ്ഞ് എന്റെ വയറ്റിലല്ലേ, ഒന്നും പറ്റില്ല. ആ അതെ, ആ വാതിലും കിടച്ചേക്ക്. അതെന്തിനാ? പുറത്ത് കാവലുണ്ടല്ലോ. അയ്യോ, ഇത്തിരി പണിയുണ്ട് മുകളിൽ. എടാ താഴോട്ടിറങ്ങാൻ. ഇത്തിരി പണിയുണ്ട് മുകളിൽ. എടാ താഴോട്ടിറങ്ങാൻ പറഞ്ഞാൽ മേളിലോട്ട് കയറി വരും ഞാൻ. ഇറങ്ങണ അവിടെ, ഇറങ്ങണ. എടാ ഇങ്ങോട്ട് ഇറങ്ങി വാടാ, നീ ഇറങ്ങി വാ. എടാ ഇങ്ങോട്ട് ഇറങ്ങാനാ പറഞ്ഞു. ഇറങ്ങടാ, ഇങ്ങോട്ട് ഇറങ്ങി. എടാ ഇറങ്ങാൻ. എന്താ കാര്യം ഉണ്ടായിരുന്നു? കാര്യം എന്താ അവനോട് ചോദിക്കാം. എന്തായാലും ഉണ്ടായിരുന്നു. എന്റെ പൊന്നിക്ക, ഞാൻ തെങ്ങ് കയറുന്നത് ചെത്തുകയായിരുന്നു. അറിയാണ്ട് താഴോട്ടൊന്ന് നോക്കിപ്പോയി. അപ്പൊ കുളിക്കണത് കണ്ട്. അതിനാണെങ്കിൽ ഇപ്പൊ അവരെ കൊല്ലാനും വേണ്ടി ഇറങ്ങണേ. അവിടെ ഈ കുളിക്കുന്ന പോലെ കണ്ടുപോയി. അതിനെന്താ കുഴപ്പം? ഇവരാണല്ലേ. എന്റെ കുളിയല്ല, പിന്നെ അവള് കുളിക്കുന്നത് നോക്കുമായിരുന്നവൻ. അവളോ? എവള്? എന്റെ വീട്ടിലെ പെണ്ണ്. നിന്റെ വീട്ടിലെ പെണ്ണോ? അതെ, സിന്ധു. അവൾ എന്റെ പെണ്ണ. അവള് നിന്റെ പെണ്ണെന്നുള്ളതിന് എന്താ തെളിവ്? ഇത്രയും കാലമായിട്ട് ഓളെ കഴുത്തിലൊരു മിന്ന് കേട്ടാൽ എനിക്ക് തോന്നിയോ? പിന്നെ എന്തർത്ഥത്തിലാണ് ഓൾ എന്റെ പെണ്ണാണ്? അല്ല, അത് പിന്നെ അതെ 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 അതെ, കുറെ നേരം നോക്കി കഴുത്ത താലി കാണാഞ്ഞത് കൊണ്ടാണ് ഞാൻ പിന്നെ നോക്കിയത്. അവൾക്ക് നേരോ? എന്റെ മോനെ മോനെ അച്ചുട്ടിയെ, ഈ ആദ്യം നാട്ടു നടപ്പനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും, എന്നിട്ട് പറയും ഓൾ എന്റെ പെണ്ണാണെന്ന്. അല്ലാത്തടത്തോളം കാലം തെങ്ങിന്റെ മുകളിൽ കല്ലെത്തി എത്തി നോക്കുകയും ചെയ്യും, ഒരു വാതിലൊന്ന് മുട്ടുകയും ചെയ്യും. അതിന്റെ ഒക്കെ പുറകെ അടുക്കാനേ എനിക്ക് നേരം കാണുള്ളൂ. അതിനൊന്ന് എന്നെ കൊണ്ട് കഴിയുമെങ്കിലേ അങ്ങോട്ട് ഇറക്കി വിട്ടാളോളെ. ഇവിടെ നീ എന്റെ പെണ്ണാണ്. ഇനി എല്ലാവരും നിന്നെ അങ്ങനെ കാണാവൂ. അച്ചോട്ടിയുടെ പെണ്ണ്. കരയുന്നു. മോളെ, ചേച്ചി എന്തോ ദൈവം നിങ്ങൾക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും തരട്ടെ. അച്ചൂട്ടി, ഇവൾ നിനക്ക് കിട്ടിയ മഹാഭാഗ്യ. ഇവളുടെ കണ്ണ് നിറയാൻ ഒരിക്കലും നീ ഇടവരുത്തരുത്.
പാല്. എന്തിനാ ഇത്? എനിക്ക് ഈ നേരത്ത് ഇതൊന്നും കുടിച്ച് ശീലമില്ല. അതറിയാം. പക്ഷേ ഈ രാത്രിക്ക് ഇങ്ങനൊരു ചടങ്ങുണ്ട്. ചടങ്ങോ? ഇത് കുടിച്ചേ പറ്റൂ. മതി മതി മതി. അതെന്തിനാ ബാക്കി കുടിക്കുന്ന? വേറെ പാലില്ല ഇവിടെ. അതങ്ങനെയാ. ആ ഈ മുഖത്തിന് ഇതാ ചേരുന്നത്. ആണല്ലേ? അച്ചൂട്ടി. ആരായി പേരിട്ടത്? അറിയില്ല. ഓർമ്മ വെച്ച നാണുപോലെ എല്ലാരും എന്നെ അങ്ങനെ വിളിക്കുന്നത്. അച്ചൂട്ടി. ഞാനങ്ങനെ വിളിക്കില്ല. ഞാൻ അച്ചുവേട്ടാന്ന് വിളിക്കട്ടെ? അച്ചുവേട്ടൻ. അച്ചുവേട്ടൻ. ഒന്ന് വിളിച്ചേ. അച്ചുവേട്ടാ. അച്ചുവേട്ടൻ. ഒന്നുകൂടി വിളിച്ചേ. അച്ചുവേട്ടാ. അച്ചുവേട്ടാ.